അന്നത്തെ ഒരു സ്റ്റാമ്പ് സൈസിലുള്ള ഫോട്ടോ നാനയിൽ കൊടുത്തിട്ടാണ് മമ്മൂട്ടിയുടെ അന്ന് തുടങ്ങിയൊരു ബന്ധമാണെന്ന് ആലോചിക്കണം. പിന്നെയാണ് ബ്ലോപ്പും മറ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ മമ്മൂട്ടിയെക്കുറിച്ചാണ് കൂടുതൽ നന്നായിട്ട് കൊടുക്കാറ്. അത് വേറെ രീതിയൊന്നുമല്ല. അയാൾ നല്ല നടനാണ്, വലിയ കുഴപ്പമൊക്കെ ഇല്ലാത്തതാണ്, വളർന്നു വരേണ്ട ആളാണ്. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടോ? ഞങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യമുള്ളൊരു നടൻ തന്നെയായിരുന്നു. എപ്പോൾ വേണമെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കാം, ഏത് പാതിരാത്രിയും ചെല്ലാം, ഒക്കെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണത്. അങ്ങനെയുള്ളൊരു മമ്മൂട്ടി ഈ ഇതുപോലെ കാതോട് കാതോട് എന്ന് പറഞ്ഞ ഭരതേട്ടൻ്റെ പടം, അതിങ്ങനെ ലൊക്കേഷൻ അതിമനോഹരമായ ഏർക്കാട് സൈസുള്ള വളരെ മനോഹരമായ ലൊക്കേഷനാണ്. വളരെ വലിയ കുന്നിൻപുറം, അത് ആകാശവും കുന്നും ഇങ്ങനെ മുട്ടിയിരിക്കുന്ന പോലെ തോന്നും. അവിടെ ഉണ്ടായിരുന്ന ഒരു ലൊക്കേഷനുകളായിരിക്കും വളരെ മനോഹരമായിട്ട്. അതിൽ റോയ് പി തോമസും അടക്കം സജീവനൊക്കെയാണ് സെറ്റിട്ടിരിക്കുന്നത്. ശരിക്കും അത്ര മനോഹരമായിരുന്നത്. അത് 2-3 ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ വെച്ചാൽ എപ്പോഴും നോട്ട് ഇൻ്റർവ്യൂ മാത്രമല്ല, നമ്മൾ ഓരോ ആർട്ടിസ്റ്റിൻ്റെ കിട്ടാവുന്ന ഞങ്ങളെ കണ്ടതും കേട്ടതെന്നുള്ള പങ്ക്തിയിലുണ്ടായിരുന്നു. അരവണ രഹസ്യം ഉണ്ടായിരുന്നു, ഗോസിപ്പ് ടൈപ്പ്, അത് എല്ലാം ശേഖരിക്കുന്നതാണത്. പക്ഷേ അവിടെ വെച്ചിട്ടല്ല ഞാൻ മമ്മൂട്ടിയുടെ അവസാനത്തെ ഇൻ്റർവ്യൂ എടുത്തത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടല്ല. അവസാനം ഇൻ്റർവ്യൂ എന്ന് പറയാൻ കാരണം IV ശശി സംവിധാനം ചെയ്ത, T ദാമോദരൻ എഴുതിയ മലബാർ കലാപത്തെ ആസ്പദമാക്കിയൊരു ചരിത്ര സിനിമ എടുത്തിട്ടുണ്ട് 1921.